നമസ്കാരം ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ. ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ശൈലിയിൽ ഞാനൊരു വീഡിയോ ഉണ്ടാക്കാണ്. ഐ എം ക്രിയേറ്റിംഗ് എ ടിയർ ലിസ്റ്റ്, അതായത് പ്രീ സീസന്റെ പെർഫോമൻസ് വെച്ചിട്ട് ആൻഡ് ഇതുവരെ കളിച്ചിരിക്കുന്ന പ്ലെയേഴ്സിനെ വെച്ചിട്ടുള്ള ടിയർ ലിസ്റ്റ് ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് കുറച്ചുപേരെ ഞാൻ ഒബ്വിയസ്ലി മിസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ജോർജ്, പിന്നെ അച്ചിയോം പോങ്, ഇവരെയൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. കാരണം ഇവരൊക്കെ യങ്സ്റ്റേഴ്സ് ആണ്. ഫസ്റ്റ് ടീമിൽ റെഗുലർ ആയിട്ട് കളിക്കാൻ ചാൻസ് കുറവായതുകൊണ്ടാണ് ഞാൻ ഇവരെ ആഡ് ചെയ്യാത്തത്. പക്ഷെ ബാക്കിയുള്ള മിക്കവരും ഇതിനകത്ത് ഫസ്റ്റ് ടീമിലുള്ളവരാണ്. അപ്പോ ഈ പറയുന്നവരെ ഒരുപക്ഷെ നമ്മൾ വിക്കപ്പെടും, അല്ലെങ്കിൽ മിക്കവരും വിക്കപ്പെടില്ല. എല്ലാവരും ഒരു ഏകദേശം ഫസ്റ്റ് ടീമിൽ തന്നെ കളിക്കേണ്ട ആൾക്കാരാണ്. അപ്പൊ ഇവരെയാണ് ഞാൻ വിലയിരുത്താൻ പോകുന്നത്. ആൻഡ് ഞാൻ പ്രീ സീസണിൽ ബെസ്റ്റ് ആരായിട്ടാണ് ഞാൻ കണ്ടത്. എബോവ് ആവറേജ് ആരായിരുന്നു, ആവറേജ്, ബിലോ ആവറേജ്, വളരെ നേരത്തെ നമ്മൾ ജഡ്ജ് ചെയ്യേണ്ട ഒരു കേസ് ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് അധികം വൈകാണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഗോൾ കീപ്പേഴ്സ് തന്നെ തുടങ്ങാം. നമുക്ക് ലെറ്റ് സ്റ്റാർട്ട് വിത്ത് സാൻചസ്. അപ്പൊ സാൻചസിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സംശയമാണ്, ഇവന് എബോ ആവറേജ് ഇടണോ ആവറേജ് ഇടണോ. ഇപ്പൊ സാൻചസിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ സീസണിന്റെ പറഞ്ഞ കാര്യങ്ങളിൽ വെച്ചിട്ട് ഇടണോ, അതോ ഈ സീസണിൽ പ്രീ സീസണിൽ കളിച്ചത് മാത്രം വെച്ച് നോക്കണം. അപ്പൊ പ്രീ സീസൺ വെച്ച് മാത്രം നോക്കുകയാണെങ്കിൽ 4 ഗോള് വഴങ്ങി. പക്ഷെ 4 അതിൽ 2 പെനൽറ്റി, കുറ്റം പറയാനില്ല. ഓസ്കർ ബോബിന്റെ ഒരു ഗോള്, യെസ്, ദാറ്റ് വാസ് ഓൾസോ ക്ലിയർ 1. അപ്പൊ ഒരുപാട് അതിനകത്ത് സാൻചസിനെ കുറ്റം പറയാനില്ല. ഹിസ് ബോൾ പ്ലേയിങ് ഹാസ് ബീൻ ഗുഡ്, മിസ്റ്റേക്സ് ഒന്നും ഇതുവരെ വരുത്തിയിട്ടില്ല. സോ ഫോർ മീ, ബെനിഫിറ്റ് ഓഫ് ദ ഡൗട്ട്, ഞാൻ പുള്ളിക്കാരനെ എബവ് ആവറേജിലേക്ക് ഇടുകയാണ്. നമ്മുടെ ഫിലിപ്പ് യോർഗൻസിനെ കുറിച്ച് പറയുന്നില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഏർലിയാണ്. പെട്രോവിച്ച് നമുക്കിപ്പോ ഏകദേശം ഉറപ്പിക്കാം, ഹീസ് ഗോൺ ബി സോൾഡ്, യാതൊരു സംശയവും വേണ്ട. അപ്പൊ ബാക്കിയുള്ള ഇതിനകത്ത് ഇല്ലാത്ത കുറെ പേര് വിക്കപ്പെടും. അതോടെ നമുക്ക് ഡിഫൻസിൽ നിന്ന് തന്നെ നോക്കാം. ആൻഡ് ലെറ്റ് സ്റ്റാർട്ട് വിത്ത്, നമുക്ക് ഡിഫൻസിൽ നിന്ന് ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ബെനോ ബാദിഷേൽ. ഐ തിങ്ക് ബെനോ ബാദിഷേൽ ഹാസ് ബീൻ ആവറേജ് ഫോർ മീ. കാര്യമായിട്ടൊന്നും ഇമ്പാക്ട് കൊണ്ടുവരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ടോസിൻ അഡർബായോ, അത് തന്നെ ടോസിന്റെ കേസും അവനും എനിക്ക് ആവറേജ് ആണ്. ശരിക്കും പറഞ്ഞ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ മാത്രം കളി വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ബിലോ ആവറേജ് ഇട്ടേനെ. പക്ഷെ മൊത്തത്തിൽ ഒരു പെർഫോമൻസ് ഇടുമ്പോൾ ഞാൻ ഒരു ആവറേജ് പെർഫോമൻസിലേക്ക് ഇടുമായിരുന്നു. മാഞ്ചസ്റ്റർ സിറ്റിയിൽ ഒരു മിസ്റ്റേക്സ് പുള്ളിക്കാരൻ വരുത്തി, പിന്നെ ഒരെണ്ണം ഭയങ്കര കാഷ്വൽ ആയിട്ട് പുള്ളിക്കാരൻ എടുത്തു. 1-2 ത്രൂ ബോൾസ് ഒക്കെ പിന്നെ ഞാൻ നോക്കി, പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷേ സോ ഫാർ ബീൻ ആവറേജ്. ലിവൈ കോൾവിൽ എഗെയിൻ ആവറേജ്. ശരിക്കും പറഞ്ഞാൽ ലിവൈ കോൾവിനെ ശരിക്കും വിമർശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബിലോ ആവറേജ് ഇടാം. പക്ഷെ ഞാനിപ്പോ ആവറേജിൽ താങ്ങിയാണ്, ഞാൻ ഒരുപാട് വിമർശിക്കുന്നില്ല. പക്ഷെ ലിവി കോൾവിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ തള്ളി ഊതി പെരുപ്പിച്ചിരിക്കുന്ന ഒരു പ്ലെയറിന്റെ പെർഫോമൻസ് ഒന്നുമല്ല നമുക്കിപ്പോ സത്യം പറഞ്ഞാൽ കാണാനിടയുണ്ടായിട്ടുള്ളത്, എന്റെ ഒരു കാഴ്ചപ്പാടില്. മേ ബി ഐ എം റോങ്. പിന്നെ ലെവി കോൾവിലിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് പിക്ക് അപ്പ് ഫൊഫാനെ അങ്ങോട്ട് കാര്യമായിട്ട് ഉണ്ടായിട്ടില്ല. പക്ഷെ ഫൊഫാനെ നമുക്ക് ഒരുപാട് കുറ്റം പറയാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഞ്ചുറിയിൽ നിന്ന് തിരിച്ചു വരുന്ന ഒരു പ്ലെയർ ആണ്. ഗെയിം ടൈം വേണം, കോൺഫിഡൻസ് വേണം. ഈവൻ ലിവെ കോൾവിലും അതുപോലെ തന്നെയാണ്. ഇഞ്ചുറി കൺസേൺ ഹിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഫൊഫാന മേ ബി യെസ്, ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ ഡൗട്ട്, ഈസ് ബീൻ ആവറേജ്. ലെറ്റ് സ്പീക്ക് അബൌട്ട്, പിന്നെ നമുക്ക് സംസാരിക്കാനുള്ളത് റീസ് ജെയിംസ് ആണ്. റീസ് ജെയിംസ് ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരനെ ആ ഡിഫൻസീവ് മിഡ്ഫീൽഡ് സ്ലോട്ട് ഇട്ടിട്ട് കഴിഞ്ഞ 2 കളിയാണ് റൈറ്റ് സെന്റർ ബാക്ക് ആയിട്ട് കളിപ്പിച്ച് ആ 2 റോളും നല്ലോണം വഹിച്ചിട്ടുണ്ട്. ഡിഫൻസീവ് മിഡ്ഫീൽഡ് കളിച്ചതിൽ മോശമായിട്ടൊന്നും കാണിച്ചിട്ടില്ല. സോ ഹി കുഡ് ഹാവ് ബീൻ ആവറേജ്. പക്ഷെ കൺസിഡറിങ് ഹീസ് ബീൻ ബെറ്റർ ഇൻ ദ ലാസ്റ്റ് 2 ഗെയിംസ്, എന്നെ സംബന്ധിച്ച് റീസ് ജെയിംസ് ഹാസ് ബീൻ ഡെഫിനറ്റ്ലി അബവ് ആവറേജ്. എന്നെ സംബന്ധിച്ച് ബെൻ ചിൽവെൽ ഓൾസോ ഇസ് അബവ് ആവറേജ്. അത് ചിലപ്പോൾ ഒരു പക്ഷെ പലവർക്കും സർപ്രൈസ് ആയിട്ട് തോന്നും. ബെൻ ചിൽവെൽ പക്ഷെ ഒരുപാട് ജഡ്ജ് ചെയ്യാനില്ലെങ്കിൽ ആ കിട്ടിയ സമയത്ത് അവൻ കാണിച്ച പെർഫോമൻസ് നല്ലോണം കാണിച്ചിട്ടുണ്ട്. മേ ബി ഹീസ് ടു ഏർലി ടു കമന്റ് ഓൾസോ. പക്ഷെ ആ കിട്ടിയ നിമിഷത്തിൽ ആ കാണിച്ച പെർഫോമൻസ് വെച്ച് നോക്കാൻ നേരത്ത് ഈ കാണുന്ന ഡിഫൻഡേഴ്സിനെക്കാട്ടിലും എന്തെന്നാലും അത്യാവശ്യം നല്ലോണം പെർഫോമൻസ് തന്നെയാണ്. എനിക്ക് തോന്നിയപ്പോൾ ബെൻ ചിൽവെൽ കാണിച്ച തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ ഇടാം. വൈകേനെ സത്യം പറഞ്ഞാൽ നമുക്ക് അധികം ഒന്നും കാണാനിടയുണ്ടായില്ല. കുക്കുറേനെ ഞാൻ ഇട്ടിട്ടില്ല, കാരണം കുക്കുറേ ഇതുവരെ കളിച്ചിട്ടില്ല. അതുകൊണ്ട് കുക്കുറയുടെ പേര് ഇതിനകത്ത് കാണില്ല. അപ്പൊ ഏകദേശം ഡിഫൻസ് നമ്മൾ ഏകദേശം പൂർത്തീകരിച്ചു എന്ന് നമുക്ക് വിശ്വസിക്കാം. നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ മിഡ്ഫീൽഡ് ആൻഡ് ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് മാലോ ഗുസ്തോ മച്ചാനെ ഫോർ മീ ഹാസ് ബീൻ ദ ബെസ്റ്റ്. ഹി ഹാസ് ബീൻ ഇൻക്രെഡിബിൾ. അവനെ റൈറ്റ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഇട്ടു, ലെഫ്റ്റ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഇട്ടു, ലെഫ്റ്റ് വിംഗ് ബാക്കിൽ ഇട്ടു. എവിടെ ഇട്ടാലും ചെക്കൻ കസർത്തി കളിച്ചോളും. ഭയങ്കര ഹൈബ്രിഡ് പ്ലെയർ, മച്ച് പൊട്ടൻഷ്യൽ, ബ്രില്യൻ സൈനിങ് അലോങ് വിത്ത് കോൾ പാൽമർ. ആൻഡ് നമ്മുടെ അടുത്ത സ്റ്റാർ ഓഫ് ദിസ് സീസൺ സോ ഫാർ വേറെ ആരുമല്ല, റോമിയോ ലാവിയ. ഐ തിങ്ക് ഹീസ് ബീൻ എക്സെപ്ഷണൽ. റോമിയോ ലാവിയ, മാർലോ ഗുസ്തോ ഹാസ് ബീൻ എക്സെപ്ഷണൽ പെർഫോമേഴ്സ് ഫോർ ദ പ്രീ സീസൺ സോ ഫാർ. റോമിയോ ലാവിയ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും
തകർത്തു. ഒരു എൻസോ കൈസഡോ പാർട്ട്ണർഷിപ്പ് എന്താവുന്നുള്ളത് റോമിയോ ലാവിയ ഒറ്റയ്ക്കാണ് കാണിച്ചത്. 50 മില്യൺ ഇൻവെസ്റ്റ്മെന്റ് ഒരു പക്ഷേ ഈ സീസണിൽ നമുക്ക് കംപ്ലീറ്റ്ലി വേർത്തായി വരട്ടെ. ഭയങ്കര പൊട്ടൻഷ്യൽ. മാരസ്കോ ഓൾറെഡി ലാവിയനെ കോച്ച് ചെയ്ത് പരിചയമുള്ള ഒരു വ്യക്തിയാണ്. വെരി വെരി ഗ്രേറ്റ് സൈനിങ്. ഐ തിങ്ക് റോഡ്രിയുടെ അണ്ടർ സ്റ്റഡി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്ലെയർ ആയിരുന്നു റോമിയോ ലാവിയ. പക്ഷെ റോമിയോ ലാവിയ ഫോർ അസ് ഈസ് ബീൻ അബ്സല്യൂട്ട്ലി ബ്രില്യന്റ്, ടോപ്പ് ക്ലാസ്. സോ അതോടെ തന്നെ നമ്മുടെ ഡിഫൻസും മിഡ്ഫീൽഡേഴ്സിനെ നമുക്ക് ഇനിയും സംസാരിക്കാനുണ്ട്. പക്ഷെ മിഡ്ഫീൽഡേഴ്സിനെ നമുക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ലിസ്റ്റിലേക്ക് നമുക്ക് കിടക്കാം. പക്ഷെ അതിനിടയ്ക്ക് വേറെ ആരെങ്കിലും ഞാൻ മിസ് ചെയ്തൊന്നും കൂടെ ഞാൻ നോക്കട്ടെ. ഇല്ല, ലെസ്ലി ഒഗോചുക്കു. ലെസ്ലി ഒഗോചുക്കുവിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഭയങ്കര ഏർലിയാണ് ജഡ്ജ് ചെയ്യണം എന്നുള്ളത്. പക്ഷെ ഞാൻ കണ്ട കളികളിലൊക്കെ അവൻ കാണിച്ചു വെച്ച ഇതിലൊന്നും ഒട്ടും മോശമായിരുന്നില്ല. ഫോർ മീ ഈസ് എബോവ് ആവറേജ്. അത് അവന് ഒരുപാട് ഗെയിം ടൈം കിട്ടാത്തത് കൊണ്ട് നമ്മൾ ഭയങ്കര അണ്ടർ ദ റേഡാർ ഇവന്റെ ഒരു പെർഫോമൻസ് ആയി പോകുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അപ്പോഴത്തേക്ക് അവൻ ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം കളിയൊക്കെ തീരുമാനം വെച്ച് കഴിഞ്ഞു. പക്ഷെ ഞാൻ കണ്ട ആ ഒരു നിമിഷങ്ങളിൽ ഹിസ് പെർഫോമൻസ് ഹാസ് ബീൻ എക്സലന്റ്. എന്നെ സംബന്ധിച്ച് ഡെഫിനറ്റ്ലി ബീൻ എബോവ് ആവറേജ്. ബെസ്റ്റ് ഇടുന്നില്ല, കാരണം ഒരുപാട് ഗെയിം ടൈം കിട്ടാത്തതുകൊണ്ട് ഞാൻ എബോവ് ആവറേജ് ഞാൻ ഇടുകയാണ്. ലെറ്റ്സ് ലുക്ക് അറ്റ് എൻസോ ഫെർണാണ്ടസ്. ഒന്നില്ലെങ്കിൽ ടു ഏർലി അല്ലെങ്കിൽ ബിലോ ആവറേജ്. ഇതിൽ ഈ രണ്ട് സ്ലോട്ടിൽ ഏതെങ്കിലും ഒന്നാണ് എന്നെ സംബന്ധിച്ച് എൻസോ ഫെർണാണ്ടസ് സൂട്ട് ആവുക. പ്രത്യേകിച്ച് ഔട്ട് ഓഫ് പൊസിഷനിലാണ് വീണ്ടും കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കളിക്കുന്ന പൊസിഷൻ സൂട്ടബിൾ അല്ല. പിന്നെ ഇനിയിപ്പോ ഹെർണിയന്റെ കാര്യങ്ങളോ ടയർഡ്നെസിന്റെ കാര്യങ്ങളോ ഒന്നും പറയാനില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ കളിച്ച പെർഫോമൻസ് വളരെ വളരെ ദയനീയമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ബിലോ ആവറേജ് ഇടാണ്. കൈസഡോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ബിലോ ആവറേജ് ഇട്ടേനെ. പക്ഷെ ആ കൂടെ 45 മിനിറ്റ് സിറ്റിക്കെതിരെ കളിച്ചതും അത് വളരെ മനോഹരമായ ഒരു പിച്ച് ആയിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ കൈസഡോനെയും ഒരുപാട് ഞാൻ വിമർശിക്കുന്നില്ല. ആഞ്ചലോ ഗബ്രിയൽ സത്യം പറഞ്ഞാൽ എനിക്ക് കുറെ കൂടി ഗെയിം ടൈം കിട്ടണം, അല്ലെങ്കിൽ കുറച്ചും കൂടെ സമയം കൊടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ആഞ്ചലോ ഗബ്രിയൽ. പക്ഷെ ആഞ്ചലോ ഗബ്രിയലിന് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ ടു ഏർലി ടു ജഡ്ജ്. അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് ഞാൻ ആവറേജിൽ ഇട്ടേനെ. ഒന്നല്ലെങ്കിൽ ആവറേജ് ഇട്ടേ അല്ലെങ്കിൽ എബോ ആവറേജ് ഇട്ടേനെ. അതുകൊണ്ട് എനിക്കൊരു ഇനഫ് ഗെയിം ടൈം കിട്ടിയതുപോലെ തോന്നുന്നില്ല. മുഡ്രിക്, ഐ തിങ്ക് ദ മോസ്റ്റ് വെരി വെരി പുവർ പെർഫോമൻസ് സോ ഫാർ. ബിലോ ആവറേജ് പെർഫോമൻസ് ആണ്. ഇത്രയും ഗെയിം ടൈം കിട്ടിയിട്ട് ഒരു ഇമ്പാക്ട് സത്യം പറഞ്ഞാൽ ടീമിൽ കാര്യമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് മുഡ്രിക് ഹാസ് ഡെഫിനറ്റ്ലി ബീൻ ബിലോ ആവറേജ്. സ്റ്റേർലിംഗ് ആവറേജ്. ഈ ഒരു സ്റ്റേർലിംഗിന്റെ പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടിന്റെയും നടുക്കൊണ്ടിരണം. കാരണം അവനെ കുറിച്ച് നമുക്ക് എന്റെ പ്രശ്നം എന്താ സ്റ്റേർലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ്ഡ് ഹൈ ഏർണിംഗ് സാലറി തരുന്ന ഒരു പ്ലെയറിന്റെ പെർഫോമൻസ് അല്ല സ്റ്റേർലിംഗ് റെഗുലർലി കാണിച്ചു വെക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് സ്റ്റേർലിംഗ് ആയിട്ടുള്ള ഒരു വിമർശനം. നേരെ മറിച്ച് സ്റ്റേർലിംഗ് ഒരു 21 വയസ്സ് 22 വയസ്സുകാരനായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാനൊരു പക്ഷേ സ്റ്റേർലിംഗിനെ ഈ കാറ്റഗറിയിൽ ഇട്ടാണ്. പക്ഷെ സ്റ്റേർലിംഗിന്റെ ഏജും എക്സ്പീരിയൻസും താൻ സമ്പാദിക്കുന്ന വരുമാനവും ഒക്കെ വെച്ച് നോക്കാൻ നേരത്ത് പെർഫോമൻസ് ഹാസ് ടു ബി ഇംപ്രൂവ്. അതുകൊണ്ട് ഞാൻ സ്റ്റേർലിംഗിന് ആവറേജ് ഇടുന്നു. നോണി മാഡോക്കനെ നമ്മൾ വിമർശിക്കുന്നുണ്ടെങ്കിലും ഐ തിങ്ക് ഈസ് ബീൻ എബവ് ആവറേജ്. അഗൈൻ നോണി മാഡോക്കൻ സ്റ്റേർലിംഗ് രണ്ട് കേസാണ്. കാരണം രണ്ടുപേരുടെയും ശൈലിയും ഔട്ട്പുട്ടും ഏകദേശം ഒരേപോലെ തന്നെ ഇരിക്കും. രണ്ടുപേരും ഇൻകൺസിസ്റ്റന്റ് ആണ്. രണ്ടുപേരും എപ്പോഴാണ് പെർഫോം ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ രണ്ടുപേരും അടിപൊളിയായിട്ട് കാണിക്കുകയും ചെയ്യും. വ്യത്യാസം രണ്ടുപേരിലും എക്സ്പീരിയൻസ് ആണ്. നോണി മാഡോക്കെ ചെറുപ്പമാണ്, ഇനിയും പഠിക്കാനുണ്ട്. പ്രീമിയർ ലീഗിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ ഇനിയും സമയമുണ്ട്. അപ്പൊ അതുകൊണ്ട് മാത്രം ഞാൻ നോണി മാഡോക്കനെ ഇവിടെ എബവ് ആവറേജിലേക്ക് ഞാൻ ഇടുകയാണ്. പിന്നെ കാർണെ ചുക്കമ്മയ്ക്ക് സത്യം പറയാലോ, അവൻ ഒരു കളിയിൽ എന്താ കണ്ടുള്ളൂ. പിന്നെ അവൻ എവിടെ പോയിട്ട് ഇഞ്ചുറി ആയോ എനിക്കൊരു ഐഡിയ ഇല്ല കാർണെ ചുക്കമ്മനെ കൊണ്ട്. അതുകൊണ്ട് ഞാൻ ടു ഏർലി ടു ജഡ്ജ്. എൻകുങ്കു അഗൈൻ ഫോർ മീ ഹാസ് ബീൻ ആവറേജ്. പൊട്ടൻഷ്യൽ ഉണ്ട്, ഇല്ല എന്നുള്ളതല്ല. പക്ഷെ റൈറ്റ് ഹാഫ് സ്പേസ്, ലെഫ്റ്റ് ഹാഫ് സ്പേസ്, സ്ട്രൈക്കർ, തന്റെ ആ ഫുട്ടിങ് ഒന്നും കിട്ടിയിട്ടില്ല. പെനൽറ്റി ഒക്കെ നല്ല മനോഹരമായിട്ട് എടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല മൂവ്മെന്റ് ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ ഉദ്ദേശിക്കുന്ന ഒരു ഔട്ട്പുട്ട് വന്ന് തുടങ്ങിയിട്ടില്ല ഇതുവരെ. പ്രീ സീസൺ ആണ്, ഇഞ്ചുറിയിൽ നിന്ന് തിരിച്ചു വന്നൊരു പ്ലെയർ ആണ്. വിൽ ഹാവ് ടു ഗിവ് ഹിം ടൈം. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ഇറ്റ്. ബ്രോയ കളിച്ച കളിയൊക്കെ ബിലോ ആവറേജ് ആയിരുന്നു, ഒരു സംശയമില്ല. അങ്ങനെ ഔട്ട്പുട്ടും കാര്യങ്ങളൊന്നും തരാനുണ്ടായിട്ടില്ല. മാർഗുയി, 2 മാർഗുയി ഉണ്ട്. എന്നാൽ നമുക്ക് ഒരു മാർഗുയിനെ മതി. മാർഗുയിനെ ഒന്നില്ലെങ്കിൽ ആവറേജ് ഇടാൻ നൽകി എബോ ആവറേജ് ഇടാം. ഞാൻ ആവറേജ് ആണ് ഇടാൻ പോകുന്നത്. കാരണം ഒരു സ്ട്രൈക്കർ എന്ന നിലയിലുള്ള ഒരു ഔട്ട്പുട്ട് നമ്മൾ മാർഗുയിൽ നിന്ന് കിട്ടിയില്ല. പക്ഷെ എബോ ആവറേജ് ഇടുകയാണെങ്കിൽ അവന്റെ ഹൈ പ്രസ്, ഹൈ ഇന്റൻസിറ്റി, ഹൈ റൺ എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇടാം. അപ്പൊ ഇവനെയും നമുക്ക് ഈ രണ്ടിന്റെയും നടുക്കിടേണ്ടി വരും. ആവറേജ് ആൻഡ് എബോ ആവറേജ് സ്ലോട്ടിൽ ഇടേണ്ടി വരും. അപ്പോ where do you want to put it? It's tough one. കാരണം ചെറുപ്പക്കാരനാണ്, നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു ഗോൾ ഓൾറെഡി അടിച്ചു, ടീമിൽ നല്ലോണം ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, നല്ലോണം പ്രസ് ചെയ്യുന്നുണ്ട്, പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എബോ ആവറേജ് ഇടേണ്ടി വരും. അതല്ല അങ്ങനെ പറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ആവറേജ് ഇടേണ്ടി വരും. എന്റെ ഒരു മനസ്സിന് 18-19 വയസ്സുകാരനായതുകൊണ്ട് കുറച്ചും കൂടെ സ്നേഹം
ഞാൻ കൊടുക്കുന്നതുകൊണ്ട് പുള്ളിക്കാരന് ഞാൻ ഈ ഒരു സ്ലോട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിനകത്ത് നമ്മൾ മിസ് ചെയ്ത ഇല്ലാത്ത പ്ലേയേഴ്സ് ഉണ്ട്. കോൾ പാൽമർ ഉണ്ട്, കുക്കുറേ ഉണ്ട്, ഒരുപാട് പ്ലേയേഴ്സിനെ നമ്മൾ ആഡ് ചെയ്തില്ല. പക്ഷെ അവരൊന്നും പ്രീ സീസൺ കളിക്കാത്തതുകൊണ്ട് നമുക്ക് അവരെ കുറിച്ചിട്ടൊന്നും കൂടുതൽ പറയാനില്ല. പിന്നെ ദിസാസി കളിച്ചിട്ടില്ല, കുക്കുറയെ കളിച്ചിട്ടില്ല. ഞാൻ ലിസ്റ്റ് നോക്കുകയാണ് ഇതിനകത്ത്. ചാലബ ഹാസ് ഡെഫിനറ്റ്ലി ബീൻ ലെഫ്റ്റ് ഔട്ട് അൺഫോർച്ചുനേറ്റ്ലി. നേരത്തെ പറഞ്ഞ അച്ചിയംപോങ്ങിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, കാരണം ജസ്റ്റ് ഒരു ചെറിയ കളിയെ കളിച്ചിട്ടുള്ളൂ. പിന്നെ ആരാണുള്ളത്? എൻസോ ഫെർണാണ്ടസ്, കാർനെ ചുക്കുമേക്ക, ഡ്രൂസ്ബറി ഹോൾ, ഗാലഗർ, അത് വേറൊരു സാഗയായിട്ട് നടക്കുന്നു. പിന്നെ വേറെ പേരുകൾ പറയാനായിട്ട് ഒന്നുമില്ല. പിന്നെ നമ്മുടെ ഉള്ളത് ടൈറിക് ജോർജ്, അവനെയും കുറിച്ച് പറയാൻ കാര്യമായിട്ടൊന്നുമില്ല. സോ ഓവറോൾ ഫോർ മീ ഐ തിങ്ക് ദിസ് ഇസ് ദ ലിസ്റ്റ്. ഡു ലെറ്റ് മീ നോ ഗൈസ്, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആം ഐ റോങ് വിത്ത് ദ ലിസ്റ്റ്? പ്രോബബ്ലി. നിങ്ങളെ സംബന്ധിച്ച് മേ ബി 1 or 2 പ്ലേയേഴ്സ് ഗോ അപ്പ് ആൻഡ് ഡൗൺ ദ ടയർ ലിസ്റ്റ്. ആൻഡ് ഈ ഒരു ഫോർമാറ്റ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഡു ലെറ്റ് മീ നോ ഗൈസ് യുവർ തോട്ട്സ് ഇൻ ദ കമന്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച് വാച്ചിങ്. Signing off, SK from Chelsea Karan.